ചേട്ടാ, കേരളത്തിൽ ശരിക്കും ഒരു മുസ്ലിം ഉപമുഖ്യമന്ത്രി ഉണ്ടായാൽ കുഴപ്പമുണ്ടോ? സാമുദായിക സന്തുലിതാവസ്ഥ മൊത്തം തരിപ്പണമാകുമോ? അല്ല, കേരളത്തിന്റെ ചരിത്രം നോക്കുകയാണെങ്കിൽ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇതുവരെ 3 ഉപമുഖ്യമന്ത്രിമാർ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അത് 3ഉം വന്നിരിക്കുന്നത് UDF-ന്റെ ഭരണകാലത്താണ്. ആദ്യം 60-62 കാലഘട്ടത്തില് അന്ന് പട്ടം താണുപിള്ള മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്ത് ആർ ശങ്കറാണ് ഉപമുഖ്യമന്ത്രിയായിട്ട് വരുന്നത്. പിന്നീട് 81-83 കാലത്താണ് കരുണാകരന്റെ മന്ത്രിസഭയിൽ കരുണാകരൻ മുഖ്യമന്ത്രിയായിരിക്കെ പിന്നീട് മുഖ്യമന്ത്രിയായ CH മുഹമ്മദ് കോയ, മുസ്ലിം ലീഗിന്റെ തന്നെ സമുന്നതനായിട്ടുള്ള സമാരാധനായിട്ടുള്ള നേതാവാണ് CH മുഹമ്മദ് കോയ. അദ്ദേഹം ഉപമുഖ്യമന്ത്രിയായിട്ടിരുന്നു. അതിനുശേഷമാണ് അദ്ദേഹം മുഖ്യമന്ത്രി കുറഞ്ഞ കാലയളവിലാണെങ്കിലും ഒരു മാസത്തോളം മുഖ്യമന്ത്രിയായിട്ടിരുന്നത്. പിന്നീട് ആ കരുണാകരൻ മന്ത്രിസഭയിൽ തന്നെയാണ് പിന്നീട് 83 മുതൽ 87 വരെ കാലഘട്ടത്തിൽ അബൂഖാദർ കുട്ടി നഹ അദ്ദേഹവും ഉപമുഖ്യമന്ത്രിയായിരുന്നു. അപ്പോൾ ലീഗിന് മുൻപ് 2 തവണ ഉപമുഖ്യമന്ത്രി പദം ലഭിച്ചിട്ടുണ്ട്. ചുരുങ്ങിയ കാലത്തേക്ക് അബൂഖാദർ കുട്ടി നഹ 4 വർഷത്തോളം ഇരുന്നു. CH 81 മുതൽ 83 2 വർഷത്തോളം ഇരുന്നിട്ടുണ്ട്. അപ്പോൾ ലീഗിന് മുൻപ് കിട്ടിയിട്ടുണ്ട്. പക്ഷെ അന്നത്തെ രാഷ്ട്രീയ സാഹചര്യം വ്യത്യസ്തമായിരുന്നു. ഞാൻ പറഞ്ഞത് ഈ 3 തവണ മാത്രമാണ് കേരളത്തിൽ ഉപമുഖ്യമന്ത്രി പദം എന്ന ഒരു അസാധാരണ സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. അല്ലാത്ത ഘട്ടത്തിൽ 87-ന് ശേഷം ഇങ്ങോട്ടുള്ള ഏതാണ്ട് ഇപ്പോൾ 2026 നിൽക്കുമ്പോൾ ഏതാണ്ട് 39 വർഷമാകുന്നു, 40 വർഷത്തോളമാകുന്നു. ആ കാലഘട്ടത്തിനിടയ്ക്ക് ഉപമുഖ്യമന്ത്രി പദം എന്ന ഒരു ആവശ്യം, അനിവാര്യത കേരളത്തിൽ ഉണ്ടായിട്ടില്ല. അതെന്ന് പറയുന്നത് ഒരു അനിവാര്യമായ ഒരു കേരളത്തിന്റെ ഭരണ ചക്രത്തിൽ അനിവാര്യമായ ഒരു സംഭവമല്ല ഉപമുഖ്യമന്ത്രി പദം എന്ന് പറയുന്നത്. അത് മറ്റ് സമവാക്യങ്ങളും മുന്നണികളിലെ ആ ഘടകകക്ഷികളുമായിട്ടുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ അവരെയൊക്കെ തന്നെ ചേർത്ത് നിർത്തുന്നതിന്റെ ഭാഗമായിട്ട് പദവികളുടെ വീതം വെപ്പിന്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്നതാണ് ഉപമുഖ്യമന്ത്രി പദം എന്ന് പറയുന്നത്. ഇത്തവണ വളരെ സവിശേഷകരമായ ഒരു സാഹചര്യമാണ്. നമുക്കറിയാം 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം കമ്പിംഗ് മെജോറിറ്റിയോട് കൂടി അധികാരത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. 140 നിയമസഭാ മണ്ഡലങ്ങളിൽ 102 വിജയിച്ചുകൊണ്ടാണ് വന്നിരിക്കുന്നത്. അതിൽ UDF-ലെ എല്ലാ കക്ഷികൾക്കും, UDF-ന് വേണ്ടി മത്സരിച്ച എല്ലാ കക്ഷികൾക്കും ചുരുങ്ങിയത് ഒരു സീറ്റെങ്കിലും വെച്ച് ലഭിച്ചിട്ടുണ്ട്. കോൺഗ്രസിന്, മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസിന് 63 സീറ്റുകൾ, 90 പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരു നല്ല രീതിയിലുള്ള കൺസോളിഡേഷൻ, വലിയ രീതിയിലൊരു പിന്തുണ UDF-ന് ഉണ്ടായിട്ടുണ്ട്. UDF-ലെ രണ്ടാമത്തെ ഘടകകക്ഷിയായിട്ടുള്ള മുസ്ലിം ലീഗ് 27 സീറ്റുകൾ മത്സരിച്ചവർ 22 സീറ്റുകൾ, അവരുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ഉയർന്ന ഒരു സ്ട്രൈക്ക് റേറ്റിലാണ് അവർ വിജയിച്ചു വന്നിരിക്കുന്നത്. 4 സീറ്റുകളാണ് അവർക്ക് നഷ്ടപ്പെട്ടത്. അതിൽ തന്നെ 2 സീറ്റുകൾ നമുക്ക് അഴീക്കോട്, വളരെ ചെറിയ ഭൂരിപക്ഷത്തിലാണ്, കൂത്തുപറമ്പ് 2 സീറ്റുകൾ അവര് നിസ്സാര മാർജിനിലാണ്. അഴീക്കോട് അറിയാം 358 കണ്ടാണ്, അല്ലെ 350 താഴെയാണ്. 930 പാർട്ടി കോട്ടകളായിട്ടുള്ള 2 മണ്ഡലങ്ങളാണ്. അവിടെ ജയിക്കേണ്ടതായിരുന്നു. പ്രത്യേകിച്ചും കൂത്തുപറമ്പിൽ ജയന്തി രാജൻ ജയിക്കുമെന്ന് ഉറപ്പിച്ചതാണ്, അല്ലെ. പേരാമ്പ്രയിൽ ഫാത്തിമ തഹ്ലിയേക്കാളിലും ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ വിജയസാധ്യത കൽപ്പിച്ചത് ജയന്തി രാജനായിരുന്നു. പിന്നീട് അവർ 2 മണ്ഡലങ്ങൾ തോറ്റത്. ഒന്ന് തെക്കൻ കേരളത്തിലെ കൊല്ലം ജില്ലയിലെ എന്താ പറയുക, നമുക്കറിയാം അവർക്ക് സാമാന്യമായ ശക്തിയില്ലാത്ത പുനലൂരിലാണ് അവര് തോറ്റത്. മറ്റൊന്ന് എനിക്ക് തോന്നുന്നു ചേലക്കരയിലാണെന്ന് തോന്നുന്നു. ചേലക്കരയിൽ മുസ്ലിം ലീഗിന്റെ സ്വന്തം സ്ഥാനാർത്ഥിട്ടാണ് അത് മത്സരിച്ചത്. അങ്ങനെ 4 സീറ്റുകളാണ് ലീഗ് തോൽക്കുന്നത്. ബാക്കി 5 സീറ്റുകൾ തോൽക്കുന്നു. 22 സീറ്റുകൾ, 22 സീറ്റുകൾ അവർ വിജയിക്കുന്നുണ്ട്. അപ്പോൾ വലിയൊരു സ്ട്രൈക്ക് റേറ്റിൽ അവർ വിജയിക്കുന്നു. UDF-ന്റെ ആ വലിയ വിജയത്തിൽ അവർക്ക് നിർണായകമായ ഒരു പങ്കുണ്ട്. അപ്പോൾ 22 MLA-മാരുണ്ടായെന്ന ഒരു പാർട്ടിക്ക് സ്വാഭാവികമായിട്ട് ലഭിക്കേണ്ട പരിഗണനയെ കുറിച്ച് ചില ചർച്ചകളൊക്കെ ഉയർന്നു വരും. എന്നാൽ അതേസമയം തന്നെ ലീഗ് ഈ സംയമനം പാലിക്കുന്നുണ്ടെന്ന് മാത്രമേ നമുക്കറിയാം. ഈ 2026 തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോഴേ LDF-നെ പിന്തുണയ്ക്കുന്ന ചില സമുദായ സംഘടനകളൊക്കെ തന്നെ UDF-നെതിരായിട്ട് ഉപയോഗിച്ച പ്രധാനപ്പെട്ട നമുക്കറിയാം പിള്ളാപ്പള്ളി നടേശനെ പോലുള്ള നേതാക്കളൊക്കെ തന്നെ ഉന്നയിച്ച പ്രധാനപ്പെട്ട ഒരു വിമർശനം എന്തായിരുന്നു? UDF അധികാരത്തിൽ വന്നാൽ ഭരിക്കാൻ പോകുന്നത് മുസ്ലിം ലീഗാണ്. അവര് വലിയ രീതിയിൽ UDF കോൺഗ്രസിന് മുകളിൽ ഒരു സമ്മർദ്ദ ശക്തിയായിട്ട് മാറും. കൺട്രോൾ മൊത്തം മുസ്ലിം ലീഗിനായിരിക്കും. അവർ ഉപമുഖ്യമന്ത്രി പദം ചോദിക്കും. അത്തരത്തിൽ കേരളത്തിൽ വലിയ രീതിയിൽ മുസ്ലിങ്ങളുടെ ഒരു ഇതുണ്ടാകും, അല്ലെ. അവരുടെ ഒരു ഭരിക്കാന്ന് നേരത്തെ പറഞ്ഞതാണ്. നമ്മുടെ കോടിയേരി ബാലകൃഷ്ണൻ സംസ്ഥാന സെക്രട്ടറിയായിട്ട് നമ്മൾ പറഞ്ഞ സംഭവങ്ങളൊക്കെയാണ്. പിന്നീട് അത് തന്നെയാണ് പറഞ്ഞത്. നമ്മുടെ AK ബാലനൊക്കെ എന്താണ് പറഞ്ഞത്? ജമാഅത്തെ ഇസ്ലാമി ഭരിക്കും, ജമാഅത്തെ ഇസ്ലാമി ആയിരിക്കും ആഭ്യന്തരം കൈകാര്യം ചെയ്യുക എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ വലിയൊരു ഭീതി കേരളത്തിൽ ഉണ്ടാക്കാൻ സൃഷ്ടിച്ചിരുന്നു നേരത്തെ ഈ പറയുന്ന LDF-ഉം അവർക്കൊപ്പം ചേർന്ന് നിൽക്കുന്ന സമുദായ സംഘടനകളുമായിട്ടൊക്കെ എല്ലാം തന്നെ അങ്ങനെ ചെയ്തിട്ടുണ്ടാണ്. അപ്പോൾ അന്നും ലീഗ് പറഞ്ഞിരുന്നു, ലീഗിന്റെ പ്രമുഖ നേതാക്കൾ, ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള സയ്യിദ് തങ്ങളാണെങ്കിലും ഒപ്പം തന്നെ PK കുഞ്ഞാലിക്കുട്ടിയും ഒക്കെ തന്നെ പറഞ്ഞിരുന്ന കാര്യം, തങ്ങൾ ഉപമുഖ്യമന്ത്രിത്വത്തിന് വേണ്ടി അവകാശവാദം ഉന്നയിക്കത്തില്ല. തങ്ങൾക്ക് അതിനുള്ള അവകാശമുണ്ട്, പക്ഷെ തങ്ങൾ ഉന്നയിക്കത്തില്ല. യാതൊരു കടുംപിടുത്തവും തങ്ങൾ മന്ത്രി സഭ
രൂപീകരണ വിഷയത്തിൽ പോലും മന്ത്രിമാരുടെ എണ്ണത്തിൽ പോലും ഞങ്ങൾ അത്തരത്തിൽ വലിയൊരു എന്താ പറയുക കടുംപിടുത്തമൊന്നും ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞു. ഇപ്പോഴും അവർ ആ നിലയിൽ തന്നെ നിൽക്കുകയാണ്. റിസൾട്ട് വന്നതിന് ശേഷവും മുസ്ലിം ലീഗിന്റെ പ്രമുഖ നേതാക്കളെല്ലാം പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾക്ക് ഉപമുഖ്യമന്ത്രി പദം വേണ്ട എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അത്തരമൊരു ചർച്ചയുടെ ആവശ്യം തന്നെ നമുക്ക് ഉണ്ടോ തോന്നുന്നില്ല. പക്ഷേ അവർക്ക് അർഹതപ്പെട്ടതാണ്. നിലവിലെ സാഹചര്യത്തിൽ അവര് 5 മന്ത്രിമാരും അർഹതപ്പെട്ടതാണ്. 5 മന്ത്രിമാർ അവരുടെ എണ്ണം നോക്കുമ്പോൾ അർഹതപ്പെട്ടതാണ്. നമ്മളൊരു മുന്നണിയിലെ പാർട്ടിക്ക് ഇപ്പോൾ കോൺഗ്രസ് നോക്കൂ, കോൺഗ്രസിന് ഇപ്പോൾ 63 സീറ്റുകളാണ്. 2001 ശേഷം 63 സീറ്റുകളുമായിട്ട് UDF കോൺഗ്രസ് അധികാരത്തിൽ വന്നിരിക്കുകയാണ്. 8 സീറ്റുകളുടെ വ്യത്യാസത്തിലാണ് കേവല ഭൂരിപക്ഷം കോൺഗ്രസിന് നഷ്ടമാകുന്നത്. മനസ്സിലായില്ലേ? ചരിത്രത്തിൽ 3 തവണയാണ് കോൺഗ്രസ് 60-ലധികം സീറ്റുകൾ നേടിയിട്ടുള്ളത്. അത് ഒന്ന് 1960-ലാണ്, ഒന്ന് 63 തോന്നുന്നു. 2001-ലും ഏതാണ്ട് 62 സീറ്റുകളുണ്ട്. ഇപ്പോഴും 63 സീറ്റുകളുണ്ട്. അപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് അവർക്ക് സ്വാഭാവികമായിട്ടും എണ്ണം കൂടുമ്പോൾ അവർക്ക് എന്താണ് മന്ത്രിമാരെണ്ണത്തിലും അവർക്ക് വർധനവ് 12-13 മന്ത്രിമാർ വരെ അവർക്ക് ഉണ്ടാകാവുന്നതാണ്. പക്ഷെ അത് ഈ ഘടകകക്ഷികൾക്കിടയിൽ വിഹിതം വെക്കുമ്പോൾ എങ്ങനെ വരും എന്നുള്ളത് നമുക്ക് കണ്ടറിയണം. അപ്പോൾ ലീഗിനെ സംബന്ധിച്ച് 22 സീറ്റുകളുമായിട്ട് അവർ വലിയ മികച്ചൊരു വിജയം നേടി നിൽക്കുമ്പോൾ അതിന് ആനുപാതികമായിട്ട് അവർക്ക് പദവികൾ കൊടുക്കേണ്ടതുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു കേരളത്തെ സംബന്ധിച്ച് കേരളത്തിന്റെ രാഷ്ട്രീയം നമ്മൾ നോക്കുമ്പോൾ ഉപമുഖ്യമന്ത്രി പദം എന്നൊരു പദവി വരുന്നത് അവരും ആഗ്രഹിക്കുന്നുണ്ടാകുന്നില്ല. അത്തരമൊരു പദവി വന്നു കഴിഞ്ഞാൽ അത് കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കാവുന്ന ചില നമുക്കറിയാമല്ലോ. BJP ഇപ്പോൾ തന്നെ അവര് ചരിത്രത്തിൽ ആദ്യമായിട്ട് 3 അംഗങ്ങൾ അവർക്ക് നിയമസഭയിൽ കിട്ടിയിരിക്കുകയാണ്. അത് ചെറിയ സംഖ്യയല്ല കേട്ടോ. LDF ലഭിച്ചിരിക്കുന്ന 35-ലേക്കാളും ഞാൻ ഭയക്കുന്നത്, അല്ലെങ്കിൽ UDF ഭയക്കേണ്ടി വരുന്ന സംഖ്യ എന്ന് പറയുന്നത് BJPയുടെ ആ 3 സീറ്റുകൾ തന്നെയാണ്. ഒരുപക്ഷെ LDF-നെക്കാളും മികച്ചൊരു പ്രതിപക്ഷമായിട്ട് നിയമസഭയിൽ പ്രവർത്തിക്കാൻ അവർക്ക് നേതാക്കളാണ് അവർക്കുള്ളത്. ഒന്ന് സംസ്ഥാന അധ്യക്ഷൻ കൂടിയായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖറാണ്. പിന്നൊന്ന് വളരെ കണ്ണിങ് ആയിട്ടുള്ള, വളരെ ആർജവത്തോട് വളരെ ശക്തനായിട്ടുള്ള എന്താണ് പറയുക V മുരളീധരനെ പോലെയുള്ള നേതാവാണ് അദ്ദേഹം. നമുക്കറിയാമല്ലോ, അദ്ദേഹം സംഘപരിവാറിന്റെ രാഷ്ട്രീയത്തിൽ കൂടി വളർന്നു വന്ന വളരെ അഗ്രസീവായിട്ടുള്ള ഒരു നേതാവാണ് അദ്ദേഹം. പുറത്തുമൊക്കെ തന്നെ വളരെ ശക്തമായിട്ട് ഈ പറയുന്ന LDF-നെയും UDF-നെയും ഒക്കെ വിമർശിക്കുന്ന ഒരു BJP നേതാവാണ്. അപ്പോൾ അദ്ദേഹം നിയമസഭയ്ക്കകത്ത് വലിയ ശക്തമായിട്ടുള്ള ഒരു പ്രതിപക്ഷമായിട്ട് മാറും, പ്രതിപക്ഷത്തെ ഒരു അംഗമായിട്ട് മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോൾ അതൊക്കെ തന്നെ മനസ്സിൽ വെച്ചുകൊണ്ടാകും UDF അത്തരം ഒരു തീരുമാനമെടുക്കുക. അപ്പോൾ എനിക്ക് തോന്നുന്നത് ലീഗിനെ സംബന്ധിച്ച് അവർക്ക് കൊടുത്താൽ അത് അധികപ്പറ്റാകത്തില്ല, എന്തെങ്കിലും ഒരു തെറ്റാകത്തില്ല. പക്ഷേ BJP വളരുമെന്നുള്ള ഒരു കാര്യം അവിടെയുണ്ട്. അതവര് BJP പോലെയുള്ള സംഘപരിവാർ സംഘടനകൾ അതൊരു ആയുധമാക്കും. പ്രത്യേകിച്ചും UDF ഭരണത്തിലിരിക്കുന്ന ഘട്ടമാണത്. 102 സീറ്റുകൾ നേടി ഭരണത്തിലിരിക്കുകയാണ്. അപ്പോൾ അത്തരമൊരു പദവിയിലേക്ക് വരുമ്പോൾ ഇതുവരെ ഇല്ലാത്ത 40 വർഷത്തോളമായിട്ട് ഇല്ലാത്ത ഒരു പദവി ലീഗിന് വേണ്ടിയിട്ട് കൊടുക്കുമ്പോൾ അത് വലിയ വിഷയത്തിലേക്ക് മാറും. അല്ലെങ്കിൽ അത് കേരള രാഷ്ട്രീയത്തിൽ പുതിയ ചില സമവാക്യങ്ങൾക്ക് അത് തുടക്കമാകും. BJPയെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുള്ള ഒരു മാറും എന്നുള്ള തിരിച്ചറിവ് എനിക്ക് തോന്നുന്നു കോൺഗ്രസിനേക്കാളും പക്ഷെ ലീഗിനകത്ത് ഉണ്ടാകും. അവരതനുസരിച്ച് പ്രവർത്തിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത്തരം ഒരു പദവി ഉണ്ടാകില്ല എന്ന് എനിക്ക് തോന്നുന്നു. അവര് അങ്ങനെ അതിന് വാശി പിടിക്കുകയുമില്ല. അവര് പക്ഷേ അർഹരാണ്. അവർക്ക് നേരത്തെ അർജുൻ ചോദിച്ച പോലെ അതിന് അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഭൂമി കുലുക്കവും ഉണ്ടാവത്തില്ല. കേരളം കീഴ്മേൽ മറിയത്തുമൊന്നുമില്ല. കാരണം നേരത്തെ ഉണ്ടായിട്ടുണ്ടല്ലോ, 3 തവണ അവർക്ക് ഉപമുഖ്യമന്ത്രി പദം ലഭിച്ചിട്ടുണ്ട്. പ്രശ്നം ഉണ്ടായിട്ടില്ല. പക്ഷെ അന്നത്തെ കാലമല്ല, ഇന്ന് കുറച്ചുകൂടി ഉണ്ടായിരിക്കുന്ന കൂടുതൽ സാമുദായികമായിട്ടൊക്കെ തന്നെ ധ്രുവീകരണം വന്നിരിക്കുന്ന ഒരു സമൂഹമായിട്ട് കേരളം, രാഷ്ട്രീയ കേരളം മാറിയിട്ടുണ്ട്. അപ്പോൾ അതുണ്ടാകില്ല എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഉണ്ടായാൽ ഈ പറയുന്നത് പോലെ എന്താ പറയുക ഒന്നുമില്ല, നമുക്ക് കാണേണ്ടി വരും. അവരത് കൂടുതൽ ആയുധമാക്കി മാറ്റുമെന്ന കാര്യത്തിൽ സംശയമില്ല.